മുന്നണിയിൽപ്പെട്ട വി ടി ബൽറാമാണ് ഇത്തരത്തിൽ ഇത് ഇസ്ലാമോഫോബിയ മാത്രമാണ്, ഒരു ദേശ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി. അവിടെ ഇത്തരത്തിൽ ചിത്രങ്ങൾ ഉയർന്നത്, ഹമാസിന്റെയും ഹിസ്ബുള്ള നേതാക്കളുടെയും ഒക്കെ ആ ഭീകരരുടെ ചിത്രങ്ങൾ ഉയർന്നത് ഒരു പ്രശ്നവുമില്ല എന്ന് വി ടി ബൽറാം പറഞ്ഞു വെക്കുകയാണ്. എന്താണ് നിങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ? അതിനു മുമ്പ് ഒന്ന് നിങ്ങൾ തുടക്കത്തിൽ ഇൻട്രോ പറഞ്ഞപ്പോഴും ശ്രീ പ്രശാന്ത് ശിവൻ പരാമർശിച്ചപ്പോഴും നിങ്ങൾ തെറ്റായ ഒരു കാര്യമാണ് തൃത്താലയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അത് തിരുത്തേണ്ടതുണ്ട്. അതായത് അവിടെ പള്ളി ഉറൂസിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള പരിപാടിയിലല്ല ഇത് ഉയർത്തിയിട്ടുള്ളത്. നിങ്ങൾ ജനം TV കൊടുത്തിട്ടുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വി ടി ബൽറാം സത്യസന്ധമായ കാര്യം. ഈ ദേശോത്സവം തൃത്താല ദേശോത്സവം എന്തിനെ അധികരിച്ചാണ് അവിടെ സംഘടിപ്പിക്കുന്നത്? അവിടെ കാർഷിക മേളയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ഉത്സവമാണോ, പള്ളിപ്പെരുന്നാളാണോ? എന്തിന്റെ ഭാഗമായിട്ടാണ് തൃത്താല ദേശോത്സവം അവിടെ സംഘടിപ്പിക്കുന്നത്? എന്നെ ഒന്ന് പറയാൻ സമയം തരുന്നേ. അതിൻ്റെ സെക്രട്ടറി, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ പള്ളിൻ്റെ സെക്രട്ടറി ആണോ? ആവോ? രണ്ട്, അവിടുത്തെ BJPയുടെ പ്രസിഡന്റ്, തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ്, പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം നൽകിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മേഴത്തൂർ, അദ്ദേഹം എഴുതിയിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി തൃത്താലയിലെ ജനങ്ങൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന തൃത്താല ഫെസ്റ്റ് മുൻകാലത്തേക്കാൾ ഭംഗിയായി നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ആഘോഷിക്കാം. എല്ലാവിധ ആശംസകളും. ഞാൻ സംസാരിക്കുന്നതിന് ഇടയിൽ ഇടപെടല്ലേ? അങ്ങനെയാണ് ഞാൻ സംസാരിക്കും. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമുക്കൊരു സത്യസന്ധമായ ഡിബേറ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ നീലിമയുടെ തുടക്കത്തിലും വി ടി ബൽറാം ഇന്ന് FBയിൽ പോസ്റ്റ് ചെയ്ത ഒരു പിന്നെ ജനം TVയുടെ പോസ്റ്ററും തെറ്റിദ്ധരിപ്പിക്കുന്ന സംഗതിയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? അവിടെ പള്ളി ഉറൂസാണ് നടന്നത്. പള്ളി ഉറൂസ് 12-ാം തീയതി ആയിരുന്നു, ഇത് 15-ാം തീയതിയാണ്. നിങ്ങൾ എന്താണ്, ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നെ ശ്രീനിവാസൻ എങ്ങനെയാണ് ഒരു പള്ളി ഉറൂസിന്റെ സെക്രട്ടറി ആവുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? വിദ്വേഷ പ്രചരണത്തിന് ഇത്തരം സംഗതി ഉപയോഗിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേശോത്സവം അവിടെ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ പള്ളി ഉറൂസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒന്നാണ് അവിടുത്തെ ദേശോത്സവം എന്നതാണ്. അതിലൊരു വ്യക്തത തരൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നീലിമയോട് ചോദിക്കട്ടെ. ശരി, ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. എങ്ങനെയാണ് അവിടെ പള്ളി പിന്നെ ഉറൂസിന്റെ ആഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി KP ശ്രീനിവാസൻ വരല്? നിങ്ങൾ പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന്റെ സംഘാടക സമിതി. ഒരു സെക്കൻഡ്, താങ്കൾ ഇത് ദേശോത്സവമാണെന്ന് വരുത്തി തീർക്കുന്നല്ലോ. തൃശ്ശൂർ പൂരത്തിന്റെ സംഘാടക സമിതിയിൽ ഹൈന്ദവർ മാത്രമല്ല തൃശ്ശൂരിലെ സകലമാന ജനങ്ങളും, അവിടെ മുഖ്യധാരയിൽ നിൽക്കുന്ന പൗരപ്രമുഖരൊക്കെ അവിടെ ഈ സംഘാടക സമിതിയിൽ അണിചേരാറുണ്ട്. ഇത് ദേശോത്സവമാണ് എന്നാണല്ലോ വെപ്പ്. അതുകൊണ്ട് BJPയുടെ പ്രതിനിധിക്ക് വളരെ കൃത്യമായി ആ സംഘാടക സമിതിയിൽ അംഗത്വം എടുക്കാം, ഭാരവാഹിയാകാം. ദേശോത്സവമാണെങ്കിൽ അംഗത്വമല്ല, ജനറൽ സെക്രട്ടറിയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദേശോത്സവം എന്ന സങ്കല്പത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പങ്കെടുക്കാം, CPMന്റെ പ്രതിനിധിക്ക് പങ്കെടുക്കാം, BJPയുടെ പ്രതിനിധിക്ക് പങ്കെടുക്കാം. പ്രശാന്ത് ശിവൻ, അതിലൊരു വ്യക്തത വേണം പ്ലീസ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഷാക്കിർ ഞാൻ വരാം. ഒരു സെക്കൻഡ്, പ്രശാന്ത് എന്താണ് പറയുന്നത്? അല്ലല്ല, പറയാൻ സമ്മതിക്കാൻ ഞാൻ ഇവിടെ എന്തിരിക്കാം? നിങ്ങൾ പറയാൻ സമ്മതിക്കും. നിങ്ങൾ പറഞ്ഞത് 1.5 മണിക്കൂർ നമ്മുടെ മുന്നിലുണ്ട്. ഷാക്കിർ 1.5 മണിക്കൂർ നമുക്ക് മുന്നിലുണ്ട്. പ്രശാന്ത് അദ്ദേഹം ഒന്ന് പറഞ്ഞു തരട്ടെ എങ്കിൽ. സമ്മതിക്കണ്ടേ? നിങ്ങൾ സമ്മതിക്കണ്ടേ? നീലിമ ഇൻട്രോ കൊടുത്തിട്ടുള്ളത്, ചർച്ചയുടെ ഇൻട്രോ കൊടുത്തിട്ടുള്ളത് പള്ളി ഉറൂസിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള. നിങ്ങൾ വകവെച്ചു തരൂ പ്ലീസ്. നിങ്ങൾ നീലിമയും അതുപോലെ തന്നെ നമ്മുടെ BJPയുടെ സുഹൃത്തും അദ്ദേഹം പറയും പള്ളി ഉറൂസിന്റെ ഭാഗമായി. ഇന്ന് വി ടി ബൽറാം അദ്ദേഹത്തിന്റെ FB പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ജനം TVയുടെ പോസ്റ്ററാണ്. നിങ്ങളാണ് തെറ്റിദ്ധാരണ, വി ടി ബൽറാം അല്ല. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഒരു നാട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മേഴത്തൂർ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഗ്രാമത്തിന്റെ കാലങ്ങളായി നടന്നു വരുന്ന ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഫെസ്റ്റാണ് തൃത്താല ഫെസ്റ്റ്. അവിടെ ചെയ്ത സംഗതിയെ കുറിച്ച് ഞങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ബൽറാമും ന്യായീകരിച്ചിട്ടില്ല. അവിടെ നിങ്ങൾ മെറിറ്റിലേക്ക് വാ. നിങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കി
അത് പിന്നീട് ചർച്ച ചെയ്യാം, അത് പിന്നെ ചർച്ച ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെ ആത്മാർത്ഥത വി.ടി. ബൽറാമിനുണ്ടെങ്കിൽ വി.ടി. ബൽറാം എന്തുകൊണ്ട് ഇത് തള്ളിക്കളഞ്ഞില്ല? ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അത് പിന്നീടാകാം. ബൽറാം പോസ്റ്റ് ചെയ്ത പോസ്റ്റർ ഏതാണ്? അല്ല ശ്രീ നീലിമ, പ്രിയപ്പെട്ട നീലിമ, നിങ്ങളുടെ ജനം ടിവിയുടെ പോസ്റ്ററാണ് വി.ടി. ബൽറാം ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ചർച്ച തുടങ്ങുമ്പോൾ ഇൻട്രോ കൊടുത്തതും എന്താണ്? പള്ളി ഉറൂസിന്റെ ഭാഗമായി നടന്നിട്ടുള്ള, എന്നിട്ട് അത് ഭീകരവാദവുമായി ഇസ്ലാമിനെയൊക്കെ കൂട്ടിക്കെട്ടാൻ ശ്രമമാണ്. ബി.ജെ.പിയുടെ സുഹൃത്തിനോട് എനിക്ക് അല്പം മര്യാദ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക സുഹൃത്തുക്കളാരും